ജോസഫ്, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഭരണഘടന പറയുന്ന നിയമം അനുശാസിക്കുന്ന തുല്യത ഉറപ്പുവരുത്തണം, അതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് മന്ത്രി നൽകിക്കൊണ്ടിരുന്നത്. അത് ഒരു സർക്കുലറായി പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ മന്ത്രി പറയുന്നു ശിരോവസ്ത്രം ധരിച്ച ഒരു അധ്യാപികയാണ് ആ കുട്ടിയോട് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നത് ഒരു വിരോധാഭാസമാണ് എന്ന് പറയുന്നു. ഇത് ഒരു അപമാനിക്കലാണോ? സംശയം തീർച്ചയായിട്ടും. നമ്മള് വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ കേരളത്തിന് അനുയോജ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ചാൽ മുൻകാലഘട്ടങ്ങളിൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രകടനങ്ങളും കെ.എം. മാണി സാറ് അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് ആത്മഹത്യയായിരുന്നതും ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. അദ്ദേഹത്തിന്റെ മകനടക്കമുള്ളവർ ആ മുന്നിലുള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രകടനങ്ങളുടെ പ്രതിഫലനമായിട്ട് ആ കേസ് റദ്ദാക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയിട്ട് നടക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ നടക്കുന്നില്ല. അപ്പം അത് കണക്കുള്ള ഒരു ആൾ തന്നെയാണ് നമുക്ക് യോഗ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. കഴിഞ്ഞ ആഴ്ച ഒരു സുപ്രീം കോടതി വിധി പറഞ്ഞു സമാനമായ വിധികൾ എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞു. ഏതാ ഭിന്നശേഷി ഇതിന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ മാനവി വരുമ്പോൾ പുള്ളിക്ക് എന്തോ അദ്ദേഹം ഒരു വലിയ പുച്ഛത്തോടെയും എന്തോ ഇതോടുകൂടിയാണ് അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മളിവിടെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഹിജാബ് ഒരു ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീ പറഞ്ഞു. കന്യാസ്ത്രീയുടെ യൂണിഫോം കന്യാസ്ത്രീ ജീവിതകാലം മുഴുവൻ ധരിക്കേണ്ടതാണ്. ആ കാണുന്ന ശിരോവസ്ത്രവും അത് കന്യാസ്ത്രീയുടെ ഐഡന്റിഫിക്കേഷൻ ഭാഗമാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആ സ്കൂളിന്റെ ഇതാണ് നിയമാവലിയാണ് അവർക്ക് ബാധകമായിട്ട് വരുന്നത്. ആ സ്കൂളിൽ ചേരാൻ വരുമ്പോഴേ അദ്ദേഹം അവരോട് പറഞ്ഞിരുന്ന ഈ കാര്യങ്ങൾ നമുക്കറിയാം. 2018 ഇതേപോലെ സമാനമായ ഒരു കേസിൽ നമ്മുടെ മുഷ്താഖ് ജഡ്ജി ഹൈക്കോടതിയിലെ ബഹുമാന ജഡ്ജി പറയുകയുണ്ടായി, ഇവിടെ ഒരേ സമയത്ത് വിദ്യാർത്ഥിയുടെയും സ്കൂളിന്റെയും കൂടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്കൂളിന്റെ മൗലികാവകാശമാണ് കൂടുതൽ പ്രാവർത്തികമാകട്ടതും കൂടുതൽ നടപ്പിലാകട്ടതും. കാരണം വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് സംവേദിതമായി തീരുന്നത് സ്കൂളിന്റെ ആയതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. കന്യാസ്ത്രീയുടെ യൂണിഫോം നമുക്ക് പറഞ്ഞല്ലോ, കന്യാസ്ത്രീ ശിരോവസ്ത്രം അവരുടെ ജീവിതകാലം മുഴുവൻ ധരിക്കേണ്ട അവരുടെ ഒരു ശിരോവസ്ത്രമാണ്. അത് മതപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ക്രൈസ്തവ സന്യാസിനിമാരും അത് ധരിക്കുന്നുണ്ട്. ഇനി അവർ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോവുകയാണെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണെങ്കിലും അവിടെയും അവർ അത് ധരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സമാനമായ ഒരാവശ്യം മറ്റൊരു മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി അതാണ് വിരോധാഭാസം എന്ന നിലയിൽ പറഞ്ഞത്. അതിൽ മന്ത്രി ക്രൈസ്തവ സന്യാസിമാരെ അവഹേളിച്ചുവെന്നും അതിൽ മാപ്പ് പറയാൻ മന്ത്രി തയ്യാറാകണമെന്നും മന്ത്രി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണം എന്നതുമാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനം മന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നു, വലിയ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തുകയാണ്. ആ രീതിയിൽ അതിനെ കാണേണ്ടതുണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ജനാധിപത്യമാകട്ടെ, ഇവിടെ വിദ്യാഭ്യാസമാകട്ടെ എല്ലാം ഒരു വ്യത്യസ്തമായ കോണിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ രാവിലെ ഇവിടെ ഇപ്പം നമുക്ക് നിങ്ങൾ TV ഓണാക്കിയാൽ ചർച്ച നടത്തിയാൽ ഇതെല്ലാം ഒരു വല്ലാത്ത മതാധിഷ്ഠിതമായ ഒരു സംസ്ഥാനത്തിലൂടെയാണ് നമ്മുടെ ഈ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മതാധിഷ്ഠിതമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. രാവിലെ നമ്മുടെ വേറൊരു സമുദായ നേതാവ് വിളിച്ചാൽ ന്യൂനപക്ഷങ്ങളെ മൊത്തം ആക്ഷേപിക്കും, വേറൊരു സമുദായ നേതാവ് വേറൊരു കാര്യം പറയും. പക്ഷെ ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ഈ അവസരത്തിലായിരിക്കാം ഒരു വിഷയത്തിൽ തീവ്രമായ നിലപാടിലേക്ക് പോയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദ്യാഭ്യാസ ഭാഗത്തുണ്ടാകുന്ന നിഷേധാത്മകമായ നടപടികൾ, ക്രൈസ്തവ സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കാണിക്കുന്ന ഒരുമാതിരി ഒരു അവജ്ഞ, അവരോടുള്ള ഒരു പുച്ഛം, അതിനുശേഷം ഒരു നടപടിയല്ല, അതിൻ്റെ ഒരു അവസാന ഭാഗമാണ് ഇത്. ആ സ്കൂൾ അധികൃതരും ഈ കാണുന്ന കുട്ടിയുടെ രക്ഷിതാവുമായി തീർന്ന ഒരു പ്രശ്നത്തെ ഇത്രയും ആളിക്കത്തിച്ചതിന്റെ പിന്നിലുള്ള പ്രധാന ആള് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പം അത് തീർച്ചയായും നമ്മളെപ്പോലെ സംസ്ഥാനത്ത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞ ഹിജാബ് വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചു, ആ പ്രശ്നങ്ങൾ തീർന്നു, സ്കൂളിലെ കോഡ് അംഗീകരിക്കാന്ന് അവർ പറഞ്ഞിരുന്നു, അതനുസരിച്ച് വരാനിരിക്കുന്നു. അപ്പോഴത്തേനാണ് വിദ്യാഭ്യാസം ശരിയല്ല, എന്റെ വകുപ്പ് ഇവിടുത്തെ എല്ലാവർക്കും മതേതരത്വം കാത്തു സൂക്ഷിക്കും, എല്ലാം ചെയ്യും, അങ്ങനെ ചെയ്യും, ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ വിഷയത്തെ ഇത്രയും വഷളാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിത്തം ഒരാള് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അത് ഇത്തരം പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു ഇവിടെ. അപ്പൊ ഒരു മതത്തെ ഇല്ലാതാക്കിക്കൊണ്ടോ അവരുടെ
പിന്നെ സംസ്കാരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ പിന്നെ ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുമ്പം അതിന് അതിൻ്റെതായ ഒരു പൊതു മാനദണ്ഡമുണ്ട്. ഒരു പൊതു മാനദണ്ഡം ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ വേറെ ആരും പോകത്തുണ്ടായിരിക്കും, അല്ലാണ്ടായിരിക്കും. ആ സ്കൂളിൽ ചെന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കൂ? ഇല്ല ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പിന്നെ ഒരു മുറി വേണമെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കുമോ? നമ്മളത് ശരിയാണ് പറയുന്നത്, ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് ശരിയല്ല. നമുക്ക് പിന്നെ ഉള്ള അവരുടെ സാഹചര്യം അനുസരിച്ച് അവർ മതേതരത്വം ഉള്ളിന്റെ ഉള്ളിൽ ആർക്കും മതേതരത്വം ഇല്ലെന്നറിയാം. എങ്കിലും പുറമേ എങ്കിലും നടിക്കാനെങ്കിലുള്ള ഒരു ശ്രമം നടത്താൻ നമുക്കിവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ രാജ്യം, ഈ സംസ്ഥാനം ഇല്ലാതായി പോകും, ഈ രാജ്യം ഇതായി പോകും. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഇത്ര വാശി? എന്തിനാണ്? അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് പിള്ളേർ, അല്ലെങ്കിൽ 1000 പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ 999 പേർക്കും ആ സ്കൂളിലെ നിയമങ്ങൾ പാലിക്കാമെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് മാത്രം ഈ നിയമങ്ങൾ മാറ്റണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവർ ബോധപൂർവ്വം ആ സ്കൂളിൽ തന്നെ വന്ന് 4ാമത്തെ പ്രാവശ്യം അഡ്മിഷൻ എടുത്തത്. ശരി, ഇതൊക്കെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നതും ഇതേ വാദമാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, നോക്കൂ, ഇന്ന് സമസ്ത ഈ വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമസ്ത മുഖപത്രത്തിൽ സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വ്യവസ്ഥാപിത നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്കൂളിന് മാത്രം സ്വന്തമായും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. തല മറയ്ക്കണമെന്നത് ഇസ്ലാം പെൺകുട്ടികളുടെ അവകാശമാണ്. തട്ടത്തിന്റെ കളർ സ്കൂളിന് തീരുമാനിക്കാൻ. ചന്ദനക്കുറി ഇട്ട് വരരുതെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ സമസ്തയും ശക്തമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. തട്ടം കാണുമ്പോൾ മറനീക്കുന്ന വർഗീയത എന്ന പേരിലാണ് ഈ പത്രത്തിന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. നോക്കൂ, ഈ സ്കൂളിന്റെ മാനുവൽ അനുസരിച്ച് അത് സമ്മതിച്ചാണ് ആളുകൾ വരികയും വിദ്യാഭ്യാസത്തിന് ആ കോഴ്സിൽ ചേരുകയും ചെയ്യുന്നത്. അത് വർഷങ്ങളായി നടന്നു വരികയാണ്. പതിറ്റാണ്ടുകളായി ആ സ്കൂള് നിലനിൽക്കുന്ന സ്കൂളാണ്. ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അവിടെ ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് എന്നതൊരു ചോദ്യമല്ലേ? ഈ വ്യവസ്ഥാപിത നിയമം എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ കോടതി വിധി പോലും പറയുന്നത് എന്താണോ മാനേജ്മെന്റുകളുടെ താല്പര്യം, അവരുടെ നിയമം എന്നതാണ്. അതിനാണ് പ്രാമുഖ്യം, വ്യക്തികളുടെ അവകാശത്തിനല്ല എന്നതാണ് അവസാന കോടതി വിധി പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അങ്ങനെ ഇരിക്കെ ആ മാനേജ്മെന്റിനെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുക, അവരെ കുറ്റപ്പെടുത്തുക, അത് ഏതെങ്കിലും തരത്തിൽ വർഗീയമായി വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുക, ബോധപൂർവമായ ശ്രമം നടത്തുക, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ശ്രീ മുസ്തഫ മുണ്ടുപാറ, താങ്കൾ മ്യൂട്ടാണ്. ഒന്ന് മ്യൂട്ട് മാറ്റിയതിനു ശേഷം സംസാരിക്കൂ.